ടുവേർഡ്സിൻ്റെ രണ്ടാമത്തെ യൂസ് ഗോളിനെ കുറിച്ച് പറയാനാണ്. അതായത് ഷീസ് വർക്കിംഗ് ടുവേർഡ്സ് ബിക്കമിങ് എ ടീച്ചർ. അവളൊരു ടീച്ചർ ആകാൻ വേണ്ടി വർക്ക് ചെയ്യുന്നു. ഇവിടെ ടീച്ചർ ആകുക എന്നാണ് അവളുടെ ഗോള്. അതിനു വേണ്ടി അവൾ അവിടെ വർക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആ ഡയറക്ഷനിലേക്ക് വർക്ക് ചെയ്യുന്നു. അതായത് ടീച്ചർ ആകുക എന്നുള്ളൊരു ഡയറക്ഷനിലേക്ക് വർക്ക് ചെയ്യുന്നു. ഹീ സ്റ്റഡിങ് ടുവേർഡ്സ് ബിക്കമിങ് എ സയൻറ്റിസ്റ്റ്. അവൻ ഒരു സയൻറ്റിസ്റ്റ് ആകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ സയൻറ്റിസ്റ്റ് ആകുക എന്നാണ് അവൻ്റെ ഗോള്. അതിനു വേണ്ടി ആ ഒരു ഡയറക്ഷനിലേക്ക് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ടുവേർഡ്സിൻ്റെ മൂന്നാമത്തെ യൂസ് ആറ്റിറ്റ്യൂഡ് പറയാനാണ്. ഷീ ഈസ് റെസ്പെക്റ്റ്ഫുൾ ടുവേർഡ്സ് ദ ടീച്ചർ. ടീച്ചറിനോട് അവൾ റെസ്പെക്റ്റ്ഫുള്ളാണ്. അതായത് ടീച്ചറിൻ്റെ അടുത്ത് അവൾ റെസ്പെക്റ്റ്ഫുള്ളാണെന്നാണ് പറയുന്നത്. ഒരാളോട് എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. യു ഷുഡ് ബി കൈൻഡ് ടുവേർഡ്സ് അനിമൽസ്. അനിമൽസിൻ്റെ അടുത്ത് നീ കൈൻഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അനിമൽസിനോട് നീ കൈൻഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് അനിമൽസിൻ്റെ അടുത്ത് നീ കൈൻഡായിട്ട് വേണം നടക്കണം എന്നാണ് പറയുന്നത്. ടുവേർഡ്സിൻ്റെ നാലാമത്തെ യൂസ് നോക്കുക എന്ന അർത്ഥത്തിലാണ്. ഐ ലുക്ക്ഡ് ടുവേർഡ്സ് ദ വിൻഡോ. ഞാൻ വിൻഡോയ്ക്ക് നേരെ നോക്കി. ഇവിടെ വിൻഡോയ്ക്ക് നേരെ, വിൻഡോയുടെ നേരെയാണ് നോക്കിയത്. ആ ഒരു ഡയറക്ഷനെ പറയാനാണ് ഇവിടെ ടുവേർഡ്സ് യൂസ് ചെയ്യുന്നത്. ഐ ആം ലൈയിങ് ഫേസിങ് ടുവേർഡ്സ് ദ റൂഫ്. ഞാൻ റൂഫിന് നേരെ നോക്കി കിടക്കുകയാണ്. ഇവിടെ റൂഫ് എന്ന് പറഞ്ഞാൽ മുകളിലാണ്. ആ ഒരു റൂഫിന് നേരെ മീൻസ് അതിനെ ഫേസ് ചെയ്തുകൊണ്ട് കിടക്കുകയാണ്. അതിന് നേരെ നോക്കി ആ ഒരു ഡയറക്ഷനെ കുറിച്ച് പറയാനായിട്ടാണ് ഇവിടെ ടുവേർഡ്സ് യൂസ് ചെയ്യുന്നത്. ടുവേർഡ്സിൻ്റെ അഞ്ചാമത്തെ യൂസ് ടൈമിനെ കുറിച്ച് പറയാനാണ്. അതായത് അവസാന സമയത്തെക്കുറിച്ച് പറയാനാണ്. ദ മൂവി വാസ് ബോറിങ് ടുവേർഡ്സ് എ എൻഡ്. അവസാനം ആയപ്പോഴേക്കും സിനിമ ബോറിങ് ആയിരുന്നു. ഇവിടെ സിനിമയുടെ അവസാനം, ആ ഒരു സമയം പറയുന്നത്, അവസാനമായപ്പോഴത്തേനും ബോറായിരുന്നു. ഐ വിൽ സെൻഡ് ഇറ്റ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ജൂൺ. ജൂണിൻ്റെ അവസാനമാകുമ്പോഴേക്കും ഞാനത് സെൻഡ് ചെയ്യും. ഇവിടെ ജൂണിൻ്റെ അവസാനം എന്നാണ് പറയുന്നത്. കൃത്യൊരു ടൈം പറയുന്നില്ല. ജൂണിൽ എന്നാന്ന് പറയുന്നില്ല. ജൂണിൻ്റെ ഒരു അവസാനത്തിൽ എന്ന് വേണമെങ്കിലും ആകാം. ലാസ്റ്റ് വീക്കിൽ എന്ന് വേണമെങ്കിലും ആകാം. കൃത്യമായിട്ട് എന്നാന്ന് പറയുന്നില്ല. ടുവേർഡ്സിൻ്റെ ആറാമത്തെ യൂസും ടൈമിനെ കുറിച്ച് പറയാനാണ്. ഇടയ്ക്കുള്ള ടൈമിനെ കുറിച്ച് പറയാനാണ്. എന്നാൽ ടൈം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ടുവേർഡ്സ് മിഡ് നൈറ്റ് ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. മിഡ് നൈറ്റ് ആയപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങി. ഇവിടെ മിഡ് നൈറ്റ് എന്ന് പറയുന്നുണ്ട്, എന്നാൽ കൃത്യമായ ടൈം പറയുന്നില്ല. മിഡ് നൈറ്റ് ആകുന്നതിന് ഇടയിലാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ക്ലോക്കിൽ 11:35 ടൈം, നൈറ്റ് 11:35. ഇനി മിഡ് നൈറ്റ് 12 മണി ആവാൻ നമുക്ക് ഒരു 25 മിനിറ്റ് കൊണ്ട് ടൈമുണ്ട്. ഈ 25 മിനിറ്റിന് ഇടയിൽ എപ്പോഴാണ് ഈ മഴ പെയ്തത്? അതായത് 11:35 മുമ്പും അല്ല, 12 മണിക്ക് മിഡ് നൈറ്റ് ആയതിനു ശേഷമല്ല, അതിനിടയ്ക്ക് എപ്പോഴുമാണ് ഈ മഴ പെയ്തു തുടങ്ങിയത്. അങ്ങനെ കൃത്യമായി ടൈം പറയാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മളിങ്ങനെ ടുവേർഡ്സ് യൂസ് ചെയ്യുന്നത്.